എടേ എൻ്റെ ആങ്ങളെ വരുന്നുണ്ട്. ആ അളിയാവാ കയറി. ആ ഏട്ടാ, എന്തല്ല അമ്മക്കൊക്കെ സുഖല്ലേ? ഇടയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലോട്ടൊക്കെ വന്ന് അമ്മേനൊക്കെ ഒന്ന് കണ്ടുകൂടെ? അത് പിന്നെ ഏട്ടാ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അളിയാ കാര്യങ്ങളൊക്കെ എന്തായി? അളിയാൻ്റെ ഗൾഫിൽ പോകുന്നതിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൽക്കാലം ഇവളുടെ മാല ഞാൻ പോയിട്ട് ഒരു 2 മാസം കൊണ്ടെല്ലാം സെറ്റാക്കാം. അയ്യോ ഏട്ടാ, നമ്മളിപ്പോൾ അത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വെക്കാൻ നിൽക്കുമായിരുന്നേ, അല്ലേ ഏട്ടാ? അതെ 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 അതെ. അല്ലല്ലേ, എനിക്ക് അധികം പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല. തൽക്കാലത്തേക്ക് ഇവളുടെ ഒരു വള പണയം വെക്കാൻ കിട്ടിയാലും മതിയായിരുന്നു. എൻ്റെ അളിയ വളയൊക്കെ പണയം വെച്ചിട്ടായില്ല അളിയ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങോളിയാ. അളിയ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വേറൊന്നും വിചാരിക്കരുത്. അളിയന് ദൂർത്തെല്ലാം കുറച്ച് കുറക്കണം. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ? ഇനിയെങ്കിലും ജീവിതത്തിൽ കുറച്ച് പ്രാക്ടിക്കലായിക്കൂടെ? അളിയൻ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ജീവിതത്തിൽ കുറച്ച് ദൂരത്ത് ഓവറായിരുന്നു. ഞാൻ ഗൾഫിൽ പോയി നല്ലോണം കഷ്ടപ്പെട്ടാണ് കുറച്ച് സമ്പാദിച്ചത്. അതിന് നല്ലൊരു ഭാഗവും എൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിടുന്ന സമയത്ത് ഞാൻ കൊടുത്തായിരുന്നു. എല്ലാവരും പറഞ്ഞതിനേക്കാൾ 5-8 രൂപ കൂടുതൽ ഞാൻ കൊടുത്തു. അതല്ല എൻ്റെ ജീവിതത്തിലെ ദൂരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പോട്ടെ ഏട്ടാ, അത് ഏട്ടനാണ്, അത് മറക്കരുത്.